ഹായ്, നമസ്കാരം. പ്രാക്ടിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. പ്രാക്ടിക്കലായിട്ട് പ്രാക്ടിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. സമയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കേൾക്കാൻ ശ്രമിക്കൂ. കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയൂ. അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു, 5 കഴിഞ്ഞു, 6 കഴിഞ്ഞു, 7 ദാ കഴിയാൻ പോകുന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇത് ബിഗ് ബോസിന്റെ ആദ്യത്തെ മലയാളത്തിലെ സീസൺ ഒന്നുമല്ല, 7ാമത്തെ സീസണായി. ദാറ്റ് മീൻസ് ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു പരിധിവരെയെങ്കിലും ഇവിടുത്തെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രേക്ഷകർക്ക് മാത്രമല്ല, ഇതിനു മുമ്പ് അതിൻ്റെ അകത്ത് കണ്ടസ്റ്റന്റ് ആയിട്ട് പോയ ആളുകൾക്കും ഇപ്പൊ അതിൻ്റെ അകത്ത് കണ്ടസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നവർക്കും ഇനി കണ്ടസ്റ്റന്റ് ആയിട്ട് പോകാൻ പോകുന്ന ആൾക്കാർക്കും ഒക്കെ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി എന്താണ് എന്നറിയാം. അതിന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളത് അറിയാം എന്ന് ഞാൻ വല്ലാതെ അങ്ങോട്ട് വിശ്വസിക്കുന്നതല്ല, അതാണ് സത്യം, അതാണ് റിയാലിറ്റി. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത്. കണ്ടസ്റ്റന്റ് ആയിട്ട് അതിന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ വെളിയിൽ ഇറങ്ങുമ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് ഇറങ്ങാൻ വേണ്ടി പറ്റും. ഇനി നിർഭാഗ്യവാനോ വധികളോ ആണെങ്കിൽ ഭയങ്കര നെഗറ്റീവ് ആവും. അപ്പോ ഒരു കണ്ടസ്റ്റന്റ് അതിന്റെ അകത്തേക്ക് പോകുന്ന സമയത്ത് ഒന്ന് ചിന്തിക്കുക, മൾട്ടിപ്പിൾ ടൈംസ് ഒന്ന് ചിന്തിക്കുക. എന്ത് ചിന്തിക്കണം? അതിന്റെ അകത്ത് കയറുന്ന സമയത്ത് ഈഫ് നെഗറ്റീവ് ആയാൽ നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഈഫ് അങ്ങനെ വന്നാൽ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഓക്കെ ആയിരിക്കുമോ? എനിക്ക് അതിനെ മറികടക്കാൻ പറ്റുമോ? മാനസികമായിട്ട് ഞാൻ തളർന്നു പോകുമോ എന്ന് നല്ല രീതിയിൽ അവനോനോട് തന്നെ ഒന്ന് ചോദിച്ചൊന്ന് അവനോനോട് തന്നെ ഒന്ന് ഉറപ്പ് വരുത്തേണ്ട ആവശ്യകത നല്ല രീതിയിലുണ്ട്. ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യുക, ഫാമിലിയോട് ഡിസ്കസ് ചെയ്യുക, നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യണം. ഇത് ഞാൻ വളരെ കാര്യമായിട്ട് പറയാട്ടോ. ഇത് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം അത്രയും ഉറപ്പ് വരുത്തി മനസ്സ് കല്ലാക്കിയതിന് ശേഷം മാത്രമേ അതിൻ്റെ അകത്തേക്ക് കയറി ചെല്ലാൻ പാടുള്ളൂ. ഇത് പറയാൻ കാരണം, അങ്ങനെ അല്ലാതെ കയറി ചെന്നിട്ട് ഇറങ്ങി വരുമ്പോൾ എങ്ങാനും നെഗറ്റീവ് ആയിട്ട് സൈബർ അറ്റാക്ക് വന്നാൽ മനസ്സ് തളർന്നു പോയിട്ട് പിന്നെ അവിടെ നിന്ന് റിക്കവർ ആവാൻ പാടുപെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ അയ്യോ, എന്നെ ഇവര് സൈബർ അറ്റാക്ക് ചെയ്തു, ഇന്ന ആള് കാരണമാണ് എനിക്ക് സൈബർ അറ്റാക്ക് കിട്ടിയത് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടോ? അവിടെ ആര് കാരണം കിട്ടി, ആരൊക്കെ വന്നു തന്നു എന്നുള്ളതല്ല വിഷയം. കിട്ടുന്നത് നമുക്കാണ്, നമുക്ക് ഇത് തരണം ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പ്രയാസപ്പെടുന്നു എന്നുള്ളതാണ് വിഷയമായിട്ട് മാറുക എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കേണ്ടത്. അപ്പോ ഇത് അവനവന് പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം കയറി ചെല്ലുക. കാരണം ഇത് വല്ലാത്തൊരു ഷോ ആണ്. അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ എന്തും അതിൻ്റെ അകത്തും സംഭവിക്കാം, വെളിയിൽ ഇറങ്ങിയാലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള റിയാലിറ്റി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കയറി ചെല്ലുക. ഞാൻ ഒരിക്കലും ഇത് പറയുമ്പോൾ സൈബർ അറ്റാക്ക് എന്ന് പറയുന്ന സംഭവത്തെ വളരെ സില്ലി ആയിട്ടോ അതൊക്കെ അത്രയല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നൊന്നുമല്ല. സൈബർ അറ്റാക്ക് ചെയ്യുക, ഇപ്പൊ നമുക്കൊരു കണ്ടസ്റ്റന്റിനെ ക്രിട്ടിസൈസ് ചെയ്യാം, നോ ഇഷ്യൂ, ക്രിട്ടിസൈസ് ചെയ്യാം. വളരെ ഹെൽത്തി ആയിട്ട് അവർ ചെയ്യുന്ന പ്രവൃത്തിയെ വെച്ചിട്ട് നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്തോളൂ. പക്ഷെ ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറ്റൊരാളെ താഴ്ത്തിയിട്ട് വ്യക്തിഹത്യ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ക്രിറ്റിസിസം എന്നുള്ളതിൽ നിന്ന് വിട്ടിട്ട് ഒരുമാതിരി വ്യക്തിഹത്യയിലേക്ക് പോവുക, തരം താഴ്ത്തി പറയുക, കുടുംബക്കാരനെ പറയുക എന്നുള്ളൊരു ലെവലിലേക്കൊക്കെ പോകുന്ന സമയത്ത് അത് വെറും തന്തയില്ലാത്ത പരിപാടിയാണ്, തെണ്ടിത്തരാണ്, ചെറ്റത്തരമാണ്, പട്ടിത്തീട്ടത്തരാണ്. അത് വിദ്യാഭ്യാസം ഇല്ലാത്ത കഴുതുകൾ കാണിച്ചു കൂട്ടുന്ന പരിപാടികളാണ്. ഒരു പണിയും തൊരവും ഇല്ലാത്ത ആൾക്കാർ ചെയ്തു കൂട്ടുന്ന പരിപാടിയാണ്. തലയിൽ തീട്ടം തിരികെ വെച്ചിട്ടുള്ള ആൾക്കാർ ചെയ്ത പരിപാടിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തലി തോന്നിയാസമായ തന്തയില്ലാത്ത പരിപാടിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് സൈബർ അറ്റാക്ക് എന്ന് പറയുന്ന പരിപാടി ചെയ്യുന്ന ആൾക്കാരോട്, വ്യക്തിഹത്യ എന്ന് പറയുന്ന പരിപാടി ചെയ്യുന്ന ആൾക്കാരോടുള്ള എന്റെ നിലപാട്. ഇത് ഞാൻ സീസൺ 3 തൊട്ട് പറയുന്ന ഒരു കാര്യമാണ്. പറച്ചിലൊക്കെ അന്നുകൊണ്ട് ഇപ്പോഴും ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ അഭിപ്രായമായിട്ട് പറയാം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇത് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഇതൊന്നും മാറ്റം വരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ബിക്കോസ് ഈ ഷോ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഇതൊക്കെ നേരിടേണ്ടി വരും. ഇത് നമുക്ക് അഭിപ്രായമൊക്കെ ഒരു സന്തോഷത്തിന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. ഇതൊന്നും നിൽക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോ സീസൺ 8 വരുന്ന സമയത്താണെങ്കിലും കണ്ടസ്റ്റൻസ് ഇതിൻ്റെ അകത്ത് ഈ കയറി ചെല്ലും. ഇറങ്ങി വരുന്നത് നെഗറ്റീവ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ തെറിയും ചീത്തയും കേൾക്കേണ്ടി വരും എന്നുള്ളതാണ് റിയാലിറ്റി. അത് കേൾക്കേണ്ടി വരും. ഇത് വിളിക്കാൻ ആൾക്കാരും ഉണ്ടാവും. സോ ഇത് മനസ്സിലാക്കിയിട്ട് കയറി ചെന്നാൽ മതി. അവസാനം കയറി ചെന്നിട്ട് അയ്യോ കരയോ, അയ്യോ എന്നെ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ഇതാണ് ഞാൻ പറയുന്നത്.
ഇനി ഇത് ഞാൻ വളരെ കോമൺ ആയിട്ട് ഇൻട്രോയില് ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചത്, അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ബിഗ് ബോസ് മലയാളം സീസൺ 7 വരികയാണെങ്കിൽ ഈ ലേറ്റസ്റ്റ് സംഭവം വെച്ചിട്ട് തന്നെ നമുക്ക് സംസാരിച്ചു തുടങ്ങാം. നമ്മുടെ ശൈത്യ ഇന്ന് അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട്, എന്നെ കട്ടപ്പ എന്ന് വിളിക്കുന്നു, പല പല പേരുകളിൽ തന്നെ വിളിക്കുന്നു, എന്റെ കുടുംബം അനുഭവിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ ശൈത്യയുടെ സങ്കടം ഞാൻ വളരെ ജെനുവൻ ആയിട്ട് മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് ഇതൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. നിങ്ങളെ അങ്ങനെ ഉപദ്രവിച്ചിട്ടുള്ള ആളുകളോട് എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വെറും ആളുകളാണെന്ന് പറയാനുള്ളത്. നിങ്ങളുടെ കുടുംബം നേരിടുന്ന കാര്യത്തെ ആലോചിച്ച് ഞാൻ ദുഃഖിക്കുന്നു. അതൊക്കെ സത്യമാണ്, ശരിയാണ്. ബട്ട് ശൈത്യ, ഇത് ഇതൊക്കെ അറിഞ്ഞോണ്ടല്ലേ അതിന്റെ അകത്തേക്ക് കയറി ചെന്നത്. അപ്പോ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നു, പക്ഷെ ഇത് നിങ്ങൾ തന്നെ തരണം ചെയ്യേണ്ട കാര്യമാണ്. ബിക്കോസ് ഇത്തരത്തിലുള്ള ഷോന്റെ ഭാഗമായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അടി കിട്ടുന്ന സമയത്ത് റിക്കവർ ആവുക എന്ന് പറയുന്നതും അവനവന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതാണ് റിയാലിറ്റി, അല്ലാണ്ട് വേറെ വഴിയില്ല. അപ്പൊ അതിന്റെ അകത്ത് പോയിട്ട് അനുമോളുടെ അടുത്ത് ചാടി കളിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നീ കാരണമെന്നോ അല്ലെങ്കിൽ നിന്റെ PR കാരണമെന്നോ പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. മനസ്സിലായില്ലേ? കാരണം ഇതിന്റെ അകത്ത് ആര് കാരണം, ആരൊക്കെ വന്ന് എന്നെ ചീത്ത വിളിച്ചു എന്നുള്ളതൊന്നുമല്ലല്ലോ വിഷയം. നമുക്ക് എവിടെ നിന്നൊക്കെയോ കിട്ടണു, നമ്മളിത് റിക്കവർ ചെയ്യണം എന്നുള്ളതാണ് വിഷയമായിട്ട് വരണം. സോ അവനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഇത് പരാതിയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല എന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കുക. എന്താ പറയുക, പിന്നെ എന്താ പറയുക, ഇത് സൈബർ എന്ന് പറയുന്ന സംഭവം അങ്ങനെയൊക്കെ നിയമങ്ങൾ ഭാവിയിൽ വരട്ടെ. ഇപ്പൊ നമുക്ക് കരഞ്ഞു കാല് പിടിച്ചിട്ട് കാര്യമില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ് പ്രാക്ടിക്കലായിട്ട് പറയുന്നു എന്ന് പറഞ്ഞ് തുടങ്ങാൻ തന്നെ കാരണം അതാണ്. ഫസ്റ്റ് സീസൺ അല്ല, ഇത് 7ാമത്തെ സീസണാ. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കിട്ടുന്ന സമയത്ത് ഇത് ഫേസ് ചെയ്യുക എന്നുള്ളൊരു കാര്യവും ഈ ഷോയിന്റെ ഭാഗമായിട്ട് പോകുന്ന കണ്ടസ്റ്റൻസ് ചിന്തിക്കേണ്ടതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ പല ആൾക്കാരും പറയുന്നത് കണ്ടു, പല ആൾക്കാരും കമന്റ് ബോക്സിലും പറയുന്നത് കണ്ടു, അനുമോളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ അനുമോളുടെ PR മറ്റ് കണ്ടസ്റ്റൻസിനെ, അക്ബറിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് കണ്ടസ്റ്റൻസിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് കണ്ടസ്റ്റൻസിന്റെ ഫാമിലിനെ ആയിക്കോട്ടെ, സൈബർ അറ്റാക്ക് ചെയ്യുന്നു, ഉപദ്രവിക്കുന്നു, വ്യക്തിഹത്യ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ മോശമാണ്, തന്തയില്ലാത്തരം തന്നെയാണ് കാണിക്കുന്നതെന്നാണ് എന്റെ ഭാഗം. മോശം തന്നെയാണ്. പക്ഷെ ഇവിടെ ഹെൽത്തി ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർ നമുക്കിവിടെ ഒന്നും കുറ്റം പറയാനില്ല. ഹെൽത്തി ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ആ ക്രിറ്റിസിസത്തെ എടുത്തേ പറ്റൂ. അല്ലാതെ വന്നിട്ട് നിങ്ങൾ വ്യക്തിഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫാമിലിനെ വ്യക്തിഹത്യ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നാരത്തരം തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ചെയ്യാതിരിക്കൂ, തന്തയില്ലാത്തവരാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഹെൽത്തി ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യൂ. അതിന്റെ അപ്പുറത്തേക്ക് പോയിട്ട് വ്യക്തിഹത്യയിലേക്ക് പോവാതിരിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ എനിക്ക് മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഇവിടെ അനുമോളുടെ ഫാൻസും PR മാത്രമാണോ മറ്റ് കണ്ടസ്റ്റൻസിനെ വ്യക്തിഹത്യ ചെയ്യുന്നത് മാത്രമാണോ? അതായത് അനുമോളുടെ ഫാൻസ് മാത്രമാണോ, അനുമോളുടെ PR മാത്രമാണോ മറ്റുള്ള ആൾക്കാർ ഇങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യുന്നത്? അനുമോൾക്ക് കിട്ടുന്നില്ലേ? എനിക്ക് അതൊരു സംശയമുണ്ട്. സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് ആർക്കും പറയാനില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശരി, ഞാൻ സമ്മതിച്ച്, ഞാൻ അനുമോളുടെ ഫാനോ PR കോപ്പൊന്നുമല്ല. പക്ഷെ ഞാനിപ്പോ ഇത് സംസാരിച്ച സ്ഥിതിക്ക് ഞാൻ പറയുന്നു, അനുമോളുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിൽ കുറച്ച് ഹെൽത്തി ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, ടോക്സിക് ആയിട്ടുള്ള വൃത്തികെട്ട ലെവലിൽ വ്യക്തിഹത്യ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന പ്രവൃത്തി മോശമാണ് എന്ന് തന്നെ ഞാൻ പറയണു. അതേപോലെ തന്നെ അനുമോളുടെ എഗെയിൻസ്റ്റ് ആയിട്ടും ഹെൽത്തി ആയിട്ടല്ലാണ്ട് വളരെ വൾഗർ ആയിട്ടുള്ള ലെവലിൽ അവരെയും വ്യക്തിഹത്യ ചെയ്യുന്ന, സൈബർ അറ്റാക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതില്ലെന്ന് പറയാൻ പറ്റുമോ? അതിനെ ക്യാൻസൽ ചെയ്ത് അതിനെ മറച്ചു വെക്കാൻ വേണ്ടി പറ്റുമോ? അതിനെ മറച്ചു വെക്കുന്നത് തെണ്ടിത്തരമല്ലേ? അപ്പൊ അത് നമ്മൾ ചൂണ്ടിക്കാണിക്കണ്ടേ? അനുമോളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ആരുടെ PR, ആരെ സ്നേഹിക്കുന്ന ആൾക്കാരാ എന്നും കൂടി നിങ്ങൾ പറയൂ. ആ ചെയ്യുന്നതും ചെറ്റതരാ. അപ്പൊ അതും സംഭവിക്കാൻ പാടില്ല, അതും നമ്മൾ പറയണം. അനുമോളും നേരിടുന്നുണ്ട് ഈ പറഞ്ഞ സൈബർ അറ്റാക്ക് എന്ന് പറയുന്ന പരിപാടി. അവരുടെ കുടുംബവും നേരിടുന്നുണ്ടാവും ഒബ്വിയസ്ലി, അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ടല്ലോ പല റിവ്യൂ ചെയ്യുന്ന ചാനലിന്റെ താഴെയും അനുമോളെ പല രീതിയിലും ക്രിട്ടിസൈസ് ചെയ്യും ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ക്രിറ്റിസിസം അല്ല, ഹെൽത്തി ക്രിറ്റിസിസം നടന്നോട്ടെ, ആയിക്കോട്ടെ, ഞാനും ചെയ്യുന്നതാണ്. ബട്ട് വ്യക്തിഹത്യ എന്ന് പറഞ്ഞ പരിപാടി അനുമോൾക്കെതിരെയും ചെയ്യുന്നുണ്ടല്ലോ. പല വീഡിയോസിന്റെ കമന്റ് ബോക്സിലും ഞാൻ കാണുന്നുണ്ടല്ലോ. അത് ലൈവ് സ്ട്രീമിങ്ങിന്റെ താഴെ ഞാൻ കാണുന്നുണ്ടല്ലോ. എപ്പിസോഡ് ലൈവായിട്ട് പോകുന്ന സമയത്ത് അതിന്റെ താഴെ ഞാൻ കാണുന്നുണ്ടല്ലോ. ഫേസ്ബുക്കിന്റെ അകത്ത് ഞാൻ പല പോസ്റ്റിന്റെ താഴെ പോസ്റ്റായിട്ടും ഒക്കെ ഞാൻ കാണുന്നുണ്ടല്ലോ.
അവരെ സൈബർ അറ്റാക്ക് ചെയ്യുന്നത്, അവരെ വ്യക്തിഹത്യ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ. അത് ആരുടെ പി ആറാ ചെയ്യുന്നത്? അത് ആരെ സ്നേഹിക്കുന്ന ആൾക്കാരാ ചെയ്യുന്നത്? ആ ചെയ്യുന്നത് തെണ്ടിത്തരമല്ലേ? അതും തെണ്ടിത്തരാണെന്നാണ് ഞാൻ പറഞ്ഞത്. അവര് നേരിടുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഒന്നിനെ ഇവിടെ ഗ്ലോറിഫൈ ചെയ്യുന്നില്ലേ. ഇത് അങ്ങോട്ട് ചെയ്യുന്നതും ഇങ്ങോട്ട് ചെയ്യുന്നതും ഒക്കെ തന്തയില്ലാത്തതാണ്. നമ്മൾ പറയുമ്പോ ആ രണ്ടെണ്ണം പറയണമെന്നേ ഉള്ളൂ. അല്ലാതെ നമ്മള് എന്താണ് അനുമോളുടെ ടീം ഇപ്പുറത്തേക്ക് ചെയ്തു എന്നുള്ളൊരു കാര്യം മാത്രം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ആൾക്കാരൊക്കെ പുണ്യാളന്മാര്, ബാക്കിയുള്ള ആൾക്കാരുടെ ഫാൻസും പി ആറൊക്കെ പുണ്യാളന്മാരെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അവരുടെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഉണ്ടാവുന്ന കാര്യങ്ങളും നാരത്തരങ്ങളൊക്കെ തന്നെയാണ്. അതും പറയണം എന്നേ എന്റെ വാദമുള്ളൂ. കമ്പി മോളെന്ന് വിളിക്കുക, കുൽസിത റാണി എന്ന് വിളിക്കുക, കുണുമോളെന്ന് വിളിക്കുക, അങ്ങനെ പല പല പേരുകളുണ്ട്. പേരുകളിട്ട് വിളിക്കുന്നുണ്ട് അനുമോളേനെ. അതേപോലെ പല രീതിയിൽ എന്താ പറയുക വ്യക്തിഹത്യ അവര് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ പറയണം. അതും മോശമാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത്രയേ ഉള്ളൂ. എന്നെ അവരെ ന്യായീകരിച്ചു പി ആർ എന്നുള്ള രീതിയിൽ പറയാൻ നിൽക്കണ്ട. ആകെ 770 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. എന്റെ ഈ ചാനൽ മോണിറ്റൈസ്ഡ് പോലും ആയിട്ടില്ല. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടാൽ പോലും 10 പൈസ ലാഭമില്ല കേട്ടാ. ഷോ തീരാറായി. എനിക്ക് 10 പൈസ ലാഭം ഇതിന്റെ അകത്ത് നിന്ന് പട്ടക്കുമ്പളങ്ങിയാണ്. വെറും വീഡിയോസ് മാത്രമാണ് ഇതിന്റെ അകത്ത് കിടക്കുന്നത്. ഇതിന്റെ അകത്ത് എനിക്ക് പൈസ കിട്ടിയിട്ടില്ല. പിന്നെ ഈ 770 സബും വെച്ചിട്ട് എന്താ പറയുക, എനിക്ക് പി ആറിന്റെ ഇത് പരിപാടിയും കിട്ടില്ല. അപ്പൊ എനിക്ക് അവിടെ നിന്നും ലാഭമില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതിനകത്ത് പൈസ യൂട്യൂബിൽ നിന്നും കിട്ടുന്നില്ല, വേറെ എവിടെ നിന്നും കിട്ടുന്നില്ല. എന്റെ അഭിപ്രായമായിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ന്യൂട്രൽ സ്റ്റാൻഡ് സംസാരിക്കാനാണ് താല്പര്യം. അല്ലാണ്ട് എനിക്ക് ഒരു വശം നിന്നിട്ട് ഇങ്ങോട്ട് അടിക്കുക, അല്ലെങ്കിൽ അപ്പുറത്തെ വശത്ത് നിന്ന് ഇങ്ങോട്ട് അടിക്കണ പരിപാടി താല്പര്യമില്ല. പറയുമ്പോൾ രണ്ട് സൈഡും പറയും. അനുമോളുടെ ഫാൻസ് എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നവര് അങ്ങടും സൈബർ അറ്റാക്ക് നടത്തുന്നുണ്ട്. ഇവരുടെയൊക്കെ ഫാൻസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഇങ്ങടും സൈബർ അറ്റാക്ക് നടത്തുന്നുണ്ട്. അപ്പൊ രണ്ടും തണ്ടത്തിലാണെന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ഇവിടെ എന്ത് വേണ്ടിയാലും അനുമോളുടെ പി ആർ, അനുമോളുടെ ഫാൻസ് എന്നും പറഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാരെ പുണ്യാളന്മാരാക്കാതെ ബാക്കിയുള്ള ആൾക്കാർ കാണിച്ചതും കൂടിയൊക്കെ ഒന്ന് പറ. അതല്ലേ അതിന്റെ ഒരു ഭംഗി. ഇനി എന്താ പറയാ, ശൈത്ര കാര്യം പറയുകയാണെങ്കിൽ ശൈത്യനെ കട്ടപ്പ എന്ന് വിളിക്കുന്നത് ശൈത്യന്നെ അല്ലേ അതിനുള്ള വകുപ്പ് ഉണ്ടാക്കിയത്. ശൈത്യ അനുമോളുടെ നല്ല ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞിരുന്നിട്ട്, മോട്ടിവേഷനൊക്കെ കൊടുക്കുന്ന ആളാന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ശൈത്യ എന്താ ചെയ്തത് അതിന്റെ അകത്തുനിന്ന്? ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ പോയിരുന്നിട്ട് അനുമോളെ കുറ്റം പറഞ്ഞില്ലേ? എത്ര കുറ്റങ്ങൾ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് അനുമോളെ ഇഷ്ടപ്പെടുന്ന ഫാൻസോ പി ആറോ മാത്രം ഒന്നും അല്ല ഈ പറഞ്ഞ ശൈത്യനെ ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ കട്ടപ്പ എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വ്യക്തിഹത്യ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ നിങ്ങൾ തന്നെ ശൈത്യനെ ഹെൽത്തി ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള ന്യൂട്രൽ ഓഡിയൻസും ഇവിടെ ആക്ച്വലി ഉണ്ട്. വളരെ ഹെൽത്തി ആയിട്ട് ഞാൻ ഹെൽത്തി ആയിട്ടാണ് ക്രിട്ടിസൈസ് ചെയ്തത്. ഞാൻ നിങ്ങളെ കട്ടപ്പ കുട്ടപ്പ ഒന്നും വിളിക്കാൻ വേണ്ടി നിന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ അതിൻ്റെ അകത്ത് ഫ്രണ്ട്സ് ആയിട്ട് നിന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ പോയിട്ട് ഇവരെ കുറ്റം പറഞ്ഞു. നിങ്ങൾ ചെയ്തത് വളരെ മോശമായിട്ടുള്ള പരിപാടിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളവിടെ അനുമോളുടെ ഫ്രണ്ട് അല്ല, നിങ്ങൾ ഒരു ഗെയിമർ ആയിട്ടാണ് അവിടെ നിൽക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അനുമോളുടെ ഓപ്പോസിറ്റ് ഗെയിമർ ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചെയ്തത് ഗെയിമായിട്ട് ആൾക്കാർ കൺസിഡർ ചെയ്തേനെ. പക്ഷെ നിങ്ങൾ അനുമോളുടെ നല്ല ഫ്രണ്ടാ, കോപ്പ തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നിട്ട് നിങ്ങൾ എത്ര തവണ അവരെ കുറ്റം പറഞ്ഞു മാറിയിരുന്നിട്ട് എന്നിട്ട് അനുമോളെ കാണുമ്പോൾ വിളിച്ച് കാണിക്കുകയും ചെയ്യും. അപ്പൊ ഇത് ആൾക്കാർ കാണുന്ന സമയത്ത് പിന്നെ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യൂലേ? അത് നടന്നുണ്ട്. അപ്പൊ നിങ്ങൾ കാണിച്ച കാര്യങ്ങൾ അതിന്റെ അകത്ത് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ കാണിച്ചതെല്ലാം പെർഫെക്റ്റ് ഒന്നുമല്ല. നിങ്ങൾ ചതിച്ചിട്ടുണ്ട് പല പ്രാവശ്യവും. മനസ്സിലായി? അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് കട്ടപ്പ എന്നുള്ളൊരു പേര് വന്നേ. ശരി, പോട്ടെ. നിങ്ങൾ വെളിയിൽ ഇറങ്ങിയിട്ട് ഞാൻ നിങ്ങളെ കുറിച്ചിട്ടൊന്നും വേണ്ടിയിട്ടില്ല. നിങ്ങളെ പിന്നെ വ്യക്തിഹത്യ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ് ആക്ച്വലി ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് സൈബർ അറ്റാക്ക് നല്ല രീതിയിൽ വന്നു എന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാം, മനസ്സിലാക്കുന്നു. അത് സൈബർ അറ്റാക്ക് ചെയ്തത് നാർത്തരമാണ്. അപ്പോ നിങ്ങൾക്ക് ഓൾറെഡി നെഗറ്റീവ് ആയി, കയറി ഇറങ്ങി വന്നിട്ട് നെഗറ്റീവ് ആയി. അപ്പൊ നിങ്ങൾ വീണ്ടും റീ എൻട്രി നടത്തിയ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവിടെ അടിയറവ് വെക്കൊന്നും വേണ്ട, ആരുടെ കൈയും കാലും പിടിക്കണമെന്നൊന്നുമല്ല പറയുന്നത്. നിങ്ങൾ കുറച്ചും കൂടി കണ്ണിങ് ആവണമായിരുന്നു, കുറച്ചും കൂടി ക്ലവർ ആവണമായിരുന്നു. നിങ്ങൾ അതിന്റെ അകത്ത് കയറിയിട്ട് നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. നിങ്ങൾ അത് ചെയ്തില്ല. നിങ്ങളിപ്പോ വീണ്ടും അതിന്റെ അകത്ത് കയറിയിട്ട് എന്താ ചെയ്യണത്? 2 ദിവസം മുമ്പുള്ള എപ്പിസോഡിൽ നിങ്ങൾ അനുമോളുടെ അടുത്ത് ഇരുന്ന് ചാടുകയായിരുന്നു. എത്ര നേരെ ഇരുന്ന് ചാടി. നിങ്ങൾ ആ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഉണ്ടായ വിഷമത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാം, നിങ്ങൾ നേരിട്ട സൈബർ അറ്റാക്കിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. അതൊക്കെ നിങ്ങളുടെ വികാരമാണ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, മനസ്സിലാക്കും. പക്ഷെ നിങ്ങൾ അതിന്റെ കൂട്ടത്തിൽ കൂടെ നിങ്ങൾ എന്താണ് പറഞ്ഞ വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൾക്ക് ലോഡ്, അനുമോളുടെ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങൾ എടുത്തിട്ടിട്ടു. അവർക്ക് ലോഡും തേങ്ങയൊന്നും ഇല്ല,
അതേപോലെ എന്താണ് വീട് പറമ്പ് അങ്ങനെ എന്തൊക്കെയൊക്കെയോ എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞു. ഇപ്പൊ ലോൺ ഇല്ല എന്ന് പറയാൻ നിങ്ങളാരാ? നിങ്ങളാണോ അവരുടെ വീട്ടിലാണോ താമസിക്കണത്? അതിന്റെ പ്രൂഫ് സഹിതം അവരുടെ ഫാമിലി തന്നെ ഇടുകയൊക്കെ ചെയ്തു. അപ്പൊ അവിടെ തന്നെ ഷൈത്രയുടെ കാര്യം തീരുമാനമായി. ആ പറഞ്ഞത് എന്താണ് ഷൈത്ര ഭാഗത്ത് തെറ്റുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായി. അതൊന്ന്. പിന്നെ അനീഷിന്റെ അടുത്ത് പോയിരുന്നിട്ട് വേറൊരു ഡയലോഗ്. അനീഷ് നല്ലൊരു മനുഷ്യനാണ്, ഞാൻ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്ന മനുഷ്യനാണ് അനീഷേട്ടൻ. ആ അനീഷേട്ടനെ അനുമോള് എന്താ പറയാ തേറ്റു എന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് ഇരുന്നിട്ട് അനീഷിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരുമാതിരി കുത്തിത്തിരിപ്പല്ലേ അത്? ഏഹ് അനീഷിനെ ഇട്ട് കളക്കാൻ വേണ്ടി നോക്കിയ പരിപാടിയല്ലേ അത്? അപ്പൊ അനീഷ് പറയണമായിരിക്കും അല്ലേ, ആ അനുമോൾ എന്നെ തേച്ചതാ ശൈത്യ എന്ന് പറയണമായിരിക്കും. അപ്പൊ അങ്ങനത്തെ കുറെ കുത്തിത്തിരിപ്പ് പരിപാടികൾ അവർ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നെഗറ്റീവാണ് വീണ്ടും ആയിരിക്കുന്നത്. അപ്പൊ അതിനെയൊന്നും ന്യായീകരിക്കാൻ പറ്റില്ല നിങ്ങൾ ചെയ്തത്. അതേപോലെ തന്നെ അതിന്റെ അകത്ത് മറ്റ് ചില വഴക്കുകളൊക്കെ വരുന്ന സമയത്ത് അനുമോളുടെ പേര് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി കൊണ്ടുവന്നിടാൻ വേണ്ടിയിട്ട് ശ്രമിച്ച പരിപാടികളും ആൾക്കാർ ആക്ച്വലി കണ്ടിട്ടുണ്ട്. അതും നെഗറ്റീവാണ്. പിന്നെ മറ്റേ അപ്പാനി, ശരത്ത്, വിൻസി, ഇവരൊക്കെ മറ്റേ ബിൻസി ശരത്ത് വിഷയത്തിൽ കയറിയിട്ട് അങ്ങ് എന്താണ് അനുമോളുടെ അടുത്ത് ചൂടാവുന്ന സമയത്ത് ശൈത്യൊക്കെ അവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു ചൊറിയും കുത്തിയിട്ട്. ഒരു ക്ലിപ്പ് പൊടി വന്നു. എന്ത്? ശൈത്യം. ആ സമയത്ത് ശൈത്യയാണ് ആക്ച്വലി ഈ പറഞ്ഞ ഡയലോഗ് അടിക്കുന്നത്. അപ്പാനിന്റെ അടുത്ത് മെയിൻറ്റെയിൻ നമ്മളൊരു പരിപാടി നടക്കുന്നുണ്ട്, എന്താണ് അത് അവർക്ക് തന്നെ നെഗറ്റീവ് ആവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി ശൈത്യമാണ് തുടങ്ങി വെച്ചത്. പക്ഷെ ആ സമയത്ത് ശൈത്യം ഉണ്ടാതിരിക്കണം. അപ്പൊ അതെല്ലാം അനുമോളുടെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടില്ലെന്നല്ല, പക്ഷെ എല്ലാവരുടെ മണ്ടയ്ക്ക് കൊണ്ടുവന്നിട്ട് ഇടുന്ന പരിപാടിയാണ് അവിടെ സംഭവിച്ചത്. അപ്പൊ മൊത്തത്തിൽ ഇവിടെ ഈ പറഞ്ഞ വൈദ്യ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നപ്പോഴും കാണിച്ചത് ഇത്തരത്തിലുള്ള പരിപാടിയാ, വീണ്ടും അതിൻ്റെ അകത്ത് കയറിയിട്ട് കാണിച്ചത് ഇത്തരത്തിലുള്ള പരിപാടിയാണ്. അപ്പൊ അവർക്ക് നെഗറ്റീവ് പോസിറ്റീവ് ആക്കായിരുന്നു, പക്ഷെ അതങ്ങനെ ആക്കണ സാഹചര്യം ഒന്നും കാണുന്നില്ല. വീണ്ടും വീണ്ടും നെഗറ്റീവ് ആവുന്ന സാഹചര്യമാണ് കാണുന്നത്. അപ്പോ എന്താ പറയുക, ഇത് നിങ്ങൾ വരുത്തി വെക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളെ സൈബർ അറ്റാക്ക് ആൾക്കാർ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, അത് നേരത്തെ തന്നെ ഞാൻ പറയണം. പക്ഷെ നിങ്ങളെ ചില കാര്യങ്ങളിൽ ഹെൽത്തി ആയിട്ട് ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഹെൽത്തി ആയിട്ട്, വളരെ ഹെൽത്തി ആയിട്ട്, എന്താണ് മാന്യമായ ഭാഷയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ആ ക്രിട്ടിസിസത്തെ നിങ്ങൾ എടുക്കൂ, നിങ്ങൾ തിരുത്താൻ വേണ്ടിയിട്ട് നോക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ. ബാക്കിയൊക്കെ ഓക്കെ, സൈബർ അറ്റാക്ക് നിങ്ങളുടെ വിഷമൊക്കെ മനസ്സിലാക്കണം, അത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അവർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോ നിങ്ങൾ കംപ്ലീറ്റ്ലി സൈബർ അറ്റാക്ക് എന്ന് പറയാണ്ട് നിങ്ങൾ ഈ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ഹെൽത്തി ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നതിനെ എടുക്കാനും കൂടിയിട്ട് ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്തുകൊണ്ടേലും ഈ അനുമോളുടെ ബി ആർ എന്തെങ്കിലും കിട്ടിയാൽ മതി, ഒക്കെ കൂടി അങ്ങോട്ട് മെക്കട്ടയ്ക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത് അനുമോള് പെർഫെക്റ്റ് ഒന്നുമല്ല, ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക്, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ കംപ്ലീറ്റ് ഫോക്കസ് ഈ അനുമോളുടെ അഗെയിൻസ്റ്റ് മാത്രമായിട്ട് പോകുന്ന സമയത്താണ് അത് ശരിയല്ലല്ലോ. അവരെ പറയേണ്ടത് നമ്മൾ പറയണം, പക്ഷെ അവർക്ക് അഗെയിൻസ്റ്റ് വരുന്നത് നമ്മൾ എന്തിനു ക്യാൻസൽ ചെയ്യണം, അതും പറയണ്ടേ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഇനി ആദിലയുടെ കാര്യം പറയണമെങ്കിൽ ആദില പോയി മിഡ് വീക്ക് എവിക്ഷനിൽ, ഇനി അവരെ കുറിച്ച് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ ആദിലേക്കൊക്കെ പറ്റിയ പറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാല് മര്യാദയ്ക്ക് നല്ല പോസിറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ അവരുടെ ഒരു ഫോൾട്ടായിട്ട് എനിക്ക് തോന്നിയത് അവർക്കൊരു കൃത്യമായ ശക്തമായ നിലപാടില്ല. അവര് മാറ്റിയും മറച്ചും അങ്ങട് ചാടി ഇങ്ങട് ചാടിയും ഒക്കെ ഇരിക്കും. അത് അവരെ പല സാഹചര്യത്തിലും ബാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ആദില, നൂറ, അനുമോളൊക്കെ ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുകയായിരുന്നില്ലേ, നല്ല തിക് ഫ്രണ്ട്സ് ആയിരുന്നല്ലോ. പക്ഷെ ആദിലൊക്കെ പലപ്പോഴും മാറിയിരിക്കുന്ന സമയത്ത് അനുമോളെ കുറിച്ച് കുറ്റം പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കുറ്റം പറഞ്ഞ് കണ്ടിട്ടുണ്ട്, അനുമോളെ ബാക്കിയുള്ള അവരുടെ മുമ്പിൽ ഇട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇവര് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കും. അപ്പൊ ആൾക്കാർ കാണുമ്പോ എന്താണ്, ഇവര് ഫ്രണ്ട്സ് ആയിട്ടല്ല ഇരിക്കണത്, എന്നിട്ട് ഇവരെന്തോ അപ്പുറത്ത് പോയിട്ട് കുറ്റം പറയണേ, അത് ശരിയല്ലല്ലോ, അതൊന്നും ആയിരുന്ന പരിപാടിയല്ലേ. ഏ അത് ചിന്തിക്കും. അപ്പൊ അനുമോളുടെ ഫാൻസ് തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. ന്യൂട്രൽ ആയിട്ടുള്ള ഓഡിയൻസിനാണെന്നുണ്ടെങ്കിലും അതിലെന്താണ് അങ്ങനെ കാണിക്കുന്നേ എന്നുള്ളൊരു തോന്നല് തോന്നും. എത്രയോ തവണ അതിലെ കട്ടപ്പ പണി കാണിച്ചിട്ടുണ്ട്. ഏഹ് അതിലേക്ക് പലപ്പോഴും അനുമോളെ മാറി നിന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഇട്ട് കൊടുക്കുകയും കുറ്റം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന അനുമോൾ അതിലെ കുറിച്ചിട്ടോ നൂറയെ കുറിച്ചിട്ടോ അങ്ങനെ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് പരദൂഷണം പറയുക, കുറ്റം പറയുക, അവർ നെഗറ്റീവായിട്ട് പറയുക, ആ പരിപാടിയൊന്നും അനുമോളുടെ ഭാഗത്ത് നിന്ന് ആക്ച്വലി ഉണ്ടായിട്ടില്ല. അപ്പൊ അനുമോൾക്ക് പലപ്പോഴും പോസിറ്റീവ് ആവുന്നതിന്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാല് അനുമോള് ഈ പറയുന്ന ശൈത്യയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആദില നൂറേനെ കുറിച്ചിട്ടോ മാറി നിന്നിട്ട് കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ ആദില ആയിക്കോട്ടെ, നൂറ ആയിക്കോട്ടെ, ഈ പറഞ്ഞ ശൈത്യ ആയിക്കോട്ടെ, മാറി നിന്നിട്ട് ഇവര് ഫ്രണ്ട്സ് സോണിൽ തന്നെ നിന്നിട്ട്, ഫ്രണ്ട്സ് എന്നുള്ള സെറ്റപ്പിൽ നിന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ മുമ്പിൽ പോയിട്ട് ഇവരെ കുറ്റം പറയുന്ന സാഹചര്യം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആദിലയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
ഇപ്പൊ 2 ദിവസം മുമ്പ് കള്ളി കള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളുടെ മെക്കെട്ട് കയറാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. ഓക്കെ, അതിന് മുമ്പ് നടന്നൊരു വിഷയം വെച്ചിട്ടാണ് ഇപ്പൊ ഈ കള്ളി കള്ളി എന്നൊക്കെ വിളിച്ചോണ്ട് പോകുന്നത്. അതിലേക്ക് പണ്ടേ അനുമോളോട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, അനുമോളുടെ ഭാഗത്ത് നിന്ന് ഇഷ്ടമല്ലാത്ത പ്രവർത്തികൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, യോജിക്കാൻ പറ്റാത്ത പ്രവർത്തികൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതിലെന്ത് ചെയ്യണം? അന്നേ അനുമോളെ എക്സ്പോസ് ചെയ്തിട്ട് അനുമോളായിട്ടുള്ള കമ്പനി വിട്ടിട്ട് അവനവന്റെ നിലപാടെടുത്ത് മാറി അങ്ങ് പോണായിരുന്നു. പക്ഷെ അതിലങ്ങനെ ചെയ്തില്ല. അതിൽ ആ സമയത്തും നല്ല ഫ്രണ്ട്സ് ആണെന്നും പറഞ്ഞുകൊണ്ടിരുന്ന് മറ്റേ ലാലേട്ടന്റെ എപ്പിസോഡിൽ മറ്റേ ഹേർട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾ ആക്ച്വലി കണ്ടതാണ്. അപ്പൊ അതിനൊക്കെ ശേഷം അത്രയും നല്ല ടേംസിലൊക്കെ ഇരുന്നിട്ട് പുറത്തുനിന്ന് ആൾക്കാർ ഉള്ളിൽ കയറി വന്നതിന് ശേഷം എന്താണ് അനുമോളുടെ മെക്കട്ടിക്ക് കയറുന്നത് കണ്ടപ്പോഴേക്കും അതിലേക്ക് കൂടി കയറിയിട്ട് അനുമോളുടെ മെക്കട്ടിക്ക് കയറുന്നതാണ് ആക്ച്വലി നമ്മൾ കണ്ടത്. അപ്പൊ ഇതൊക്കെയാണ് പറയുന്നത് ഒരു ഡബിൾ സ്റ്റാൻഡ്, അല്ലെങ്കിൽ നിലപാടില്ലായ്മ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളി എന്ന് പറയുന്ന പരിപാടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണ്. ഇവർക്കൊക്കെ നെഗറ്റീവ് ആവുന്നു, അനുമോൾക്ക് പോസിറ്റീവ് ആവുന്നു. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല്, അനുമോൾക്ക് ഭയങ്കരമായിട്ട് വോട്ട് കയറുകയും ബാക്കിയുള്ളവർക്കൊന്നും തീരെ വോട്ടില്ലാത്തൊരു അവസ്ഥയും ഉണ്ടാവുന്നത് അനുമോൾക്ക് PR മാത്രം ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അതൊന്നുമല്ല. എന്താണ് ബാക്കിയുള്ള ആൾക്കാർ അനുമോളുടെ മേളിലേക്ക് പോവാൻ, അല്ലെങ്കിൽ അനുമോളുടെ എഗെയിൻസ്റ്റ് ആയിട്ട് വളരെ ന്യായമായിട്ട് പോയിന്റ് വെച്ച് ഡയറക്റ്റ് ആയിട്ട് മാന്യമായിട്ട് കളിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കയറി പോയേനെ. പക്ഷെ ഇവിടെ അനുമോളുടെ എഗെയിൻസ്റ്റ് ബാക്കിയുള്ള ആൾക്കാർ കളിക്കുമ്പോൾ അത് പക എന്നുള്ളൊരു ലെവലിൽ മാത്രമാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പം അതാണ് അവർക്ക് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസോ വോട്ട് ബാങ്കോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റാതെ പിന്തള്ളപ്പെട്ടതും ഈ പറഞ്ഞ അനീഷും ആണെങ്കിലും അനുമോളാണെന്നുണ്ടെങ്കിലും കയറി വരാനുള്ള സാഹചര്യം ഉണ്ടായത് ബാക്കിയുള്ള ആൾക്കാരുടെ കഴിവുകേടാണ്. അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ കഴിവുണ്ടാവും യഥാർത്ഥ ജീവിതത്തിൽ. പക്ഷെ ഈ കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഇവരുടെ മുകളിലേക്ക് ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കാനോ, അല്ലെങ്കിൽ ഇവരുടെ ഒപ്പം ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കാനോ, സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ടാക്കാനോ, ഒരു കോണ്ടന്റ് ഇനീഷ്യേറ്റ് ചെയ്യാനോ, ഹൈലൈറ്റ് ചെയ്യപ്പെടാനോ ഉള്ള സാഹചര്യം അവരുണ്ടാക്കിയില്ല. അവര് അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല. അവരവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കാനും, അല്ലെങ്കിൽ ഇവർക്ക് എഗെയിൻസ്റ്റ് ഒരു പക വീട്ടുക എന്നുള്ള രീതിയിൽ നിൽക്കുക എന്നുള്ള ഒരു ഇതിലേക്ക് പോയപ്പോ ഗെയിം എന്നുള്ളതൊക്കെ വിട്ടുപോയി. അതാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് പറ്റിയ കുറവുകൾ. അപ്പൊ ബാക്കിയുള്ള ആൾക്കാരുടെ ആ കുറവുകളെ ചൂണ്ടിക്കാണിക്കാതെ, ആ കുറവുകളെ അക്സെപ്റ്റ് ചെയ്യാതെ, അതിനെക്കുറിച്ച് പറയാതെ കംപ്ലീറ്റ്ലി ഇപ്പൊ അനുമോളൊക്കെ ജയിച്ചു പോകുന്ന സമയത്ത് കപ്പടിച്ചു കഴിഞ്ഞാൽ ഇനി അത് PR കൊണ്ട് മാത്രമാണ് കപ്പടിക്കുന്നത്, അല്ലാണ്ട് അവളുടെ കഴിവ് കൊണ്ടല്ല എന്നൊക്കെയുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നോ ആൻസർ. നോ ആൻസർ. അതെന്താ ചെയ്യാ? ഒരു ലോജിക്ക് ഇല്ലാതെ നമ്മൾ ഇത്രയും പോയിന്റ് വെച്ചിട്ടാ സംസാരിക്കുന്നത്. പോയിന്റ് വെച്ചിട്ട് സംസാരിക്കണം. അപ്പൊ ഇത്രയൊക്കെ പോയിന്റ് വെച്ചിട്ടും ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. വീണ്ടും അവരുടെ PR കൊണ്ട് മാത്രം എന്ന് പറയുമ്പോ എന്താ പറയാ? ഫിംഗേഴ്സ് ക്രോസ്ഡ് എന്നേ പറയാനുള്ളൂ. ഞാൻ വീണ്ടും പറയണു, ബാക്കിയുള്ള ആളുകൾക്കും അനുമോൾക്ക് കിട്ടിയ അതേ ഓപ്പർച്യൂണിറ്റിയും പ്ലാറ്റ്ഫോമും തന്നെ കിട്ടിയിരിക്കുന്നു. അവർക്കും അത് ഉപയോഗിക്കുകയായിരുന്നു നല്ല രീതിയിൽ. അവർക്കും ഗെയിം കളിക്കാമായിരുന്നു. അവർക്കും സുഖമായിട്ട് എന്താ പറയാ ഹൈലൈറ്റ് ചെയ്ത് മുമ്പോട്ട് വരാമായിരുന്നു. അവർക്കും ഇനീഷ്യേറ്റ് ചെയ്ത് വരാമായിരുന്നു. പക്ഷെ അവരത് ചെയ്യാതെ മാറി 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 പോകുന്ന അവസരം ആയപ്പോഴാണ്, സാഹചര്യം ആയപ്പോഴാണ് അവർക്ക് എന്തൊക്കെ പറഞ്ഞാലും വോട്ട് ബാങ്ക് ഉണ്ടാക്കണം, ആളുകളെ പ്രീതിപ്പെടുത്തുന്ന ഇഷ്ടപ്പെടുന്ന ലെവലിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് പറ്റണം. അറ്റ്ലീസ്റ്റ് വില്ലനായിട്ടെങ്കിലും ഭയങ്കരമായിട്ട് ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അതുപോലും പറ്റിയില്ലെങ്കിൽ പിന്തള്ളപ്പെടും. അങ്ങനെ പിന്തള്ളപ്പെടുന്ന സമയത്ത് അയ്യോ ഞാൻ തോറ്റത് എന്താ പറയാ അനുമോളുടെ PR കാരനാണ്, ഞാൻ തോറ്റത് ഇന്നാളുടെ PR കാരനാണ്, ഇല്ലെങ്കിൽ ഞാൻ ജയിച്ചേനെ, ഇല്ലെങ്കിൽ ഞാനൊക്കെ സംഭവമാണ്, ഞാൻ സൂപ്പർ ഗെയിമറാണ് എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. ദാറ്റ്സ് ഇറ്റ്.